ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെമ്പരത്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേശ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ പൂന്തോട്ടങ്ങളിലും നമ്മൾ സുലഭമായിട്ട് കണ്ടുവരുന്നൊരു സസ്യമാണ് ചെമ്പരത്തി. പലതരത്തിലുള്ള ചെമ്പരത്തികൾ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ 5 ഇതളുകളുള്ള ചുവന്ന ചെമ്പരത്തിയാണ് നമ്മൾ കേശ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. കേശ സംരക്ഷണത്തിന് മാത്രമല്ല കേട്ടോ, ചെമ്പരത്തിപ്പൂ കൊണ്ട് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവ് ഉപയോഗിച്ച് നമുക്ക് ചെമ്പരത്തി ചായ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. ചെമ്പരത്തിയുടെ ഇലകളും അതുപോലെ തന്നെ പൂവും ഒരു പിടിയെടുത്ത് നല്ലപോലെ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഒന്നല്ലെങ്കിൽ അരിച്ചെടുക്കാം. ഇത് തലയിൽ തേക്കുന്നത് നമുക്കൊരു താളിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ളൊരു ഷാമ്പു കൂടിയാണിത്. തലയിലെ താരനും മുടി കൊഴിച്ചിലും അതുപോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കൂടിയാണ് ഈ ചെമ്പരത്തി കൊണ്ടുള്ള താളി. നമ്മുടെ ചെമ്പരത്തി നിസാരക്കാരനല്ല, ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചെമ്പരത്തി പൂ കൊണ്ടുണ്ടാക്കുന്ന ചായ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ വെള്ളം കുടിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാനും സഹായിക്കും. പ്രഷർ കുറവുള്ള ആളുകൾ ചെമ്പരത്തി ചായ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് ഉപകരിക്കും, പക്ഷേ രക്തസമ്മർദ്ദം കുറവുള്ള ആളുകൾ ഇത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് എങ്ങനെ മുഖത്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ എടുക്കുക, നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഈർപ്പവും തിളക്കമൊക്കെ നിലനിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പേസ്റ്റ് എടുക്കുക, അതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ വരണ്ട ചർമ്മമുള്ളവർക്ക് ഒരു മികച്ച മാർഗ്ഗമാണ്. അതുപോലെ നമ്മുടെ 5 ഇതളുകളുള്ള ഈ ചുവന്ന ചെമ്പരത്തിയുടെ ഇലകൾ അല്ലെങ്കിൽ മുട്ടുകളൊക്കെ ചേർത്ത് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്ത കേശവർദ്ധനവിനുള്ള ഒരു എണ്ണ കൂടി തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇത്രയും ഗുണങ്ങളുള്ള ചെമ്പരത്തിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.